ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പെർത്തിന്റെയും ക്രിസ്ത്യൻ ബ്രദറിനും ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂരും സംയുക്തമായി മാസത്തിന്റെ എല്ലാ അവസാനത്തെ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഇന്നും പതിവ് പോലെ സ്തുതി തരംഗം എന്ന പേരിൽ ഈ ശുശ്രൂഷ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് ബലം നൽകിയതോർത്ത് സകല സ്തുതിയും സ്തോത്രവും വലിയവനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷ ആരംഭിക്കാം. യാതൊരുവിധമായ സാങ്കേതിക പ്രയാസങ്ങളും കൂടാതെ സഹോദരി സഹോദരന്മാർക്ക് ഗാനങ്ങൾ ആലപിക്കുവാൻ ഇടയായിത്തീരുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാലാവസ്ഥയുടെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പലയിടങ്ങളിലും ഉള്ളതുകൊണ്ട് ആർക്കും നെറ്റിന്റെ ഇഷ്യൂ ഒന്നുമില്ലാതെ എല്ലാവർക്കും തടസ്സം കൂടാതെ ഇതിൽ ജോയിൻ ചെയ്യുവാൻ ഇടയായിത്തീരേണ്ടതിനു വേണ്ടിയും അതുപോലെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനു വേണ്ടിയും മറ്റ് ശുശ്രൂഷകൾ നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ആലപ്പുഴ പുന്നപ്രയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തദാസൻ CD സെബാസ്റ്റ്യൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. അതിനായിട്ട് പ്രിയ സഹോദരനെ ക്ഷണിക്കുക. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടി വരുവാൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന് സർവ്വ മഹത്വവും കരയേറ്റുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു ദിവസം കൂടി ദൈവം അനുവദിച്ചു തന്നതോർത്ത് നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അവിടുത്തെ ചങ്കയിൽ രക്തം തന്ന് ഞങ്ങളെയൊക്കെ വീണ്ടെടുത്തു. അവിടുത്തെ മക്കളാക്കി വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. വ്യത്യസ്തമായ ശുശ്രൂഷകൾ ദൈവമക്കളെ കൊണ്ട് കർത്താവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പരമായി കർത്താവെ ചില വർഷങ്ങളായിട്ട് ആരംഭിച്ച ഈ സൂമിലുള്ള ഈ പ്രോഗ്രാം ഇതുവരെ ദൈവം അനുഗ്രഹമാക്കി തീർത്തതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന്റെ പിന്നിൽ കർത്താവെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഇതിന്റെ പിന്നിൽ കർത്താവെ പിൻബലമായി നിൽക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചില വർഷങ്ങളായിട്ട് മാസത്തിലൊരിക്കൽ നടന്നു വരുന്ന സ്തുതിതരംഗം എന്ന ഈ പ്രോഗ്രാം ഈ മാസം ആ നാമധേയത്തിൽ പാടുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ കൂട്ടിവരുത്തിയിരിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. രാജ്യത്തിന്റെ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമയങ്ങളിൽ നിന്റെ മകൾ കർത്താവെ അവരുടെ സമയവും മാറ്റിവെച്ച് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ ദൈവജനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരുപയോഗിക്കുന്നതോർത്ത് നന്ദിയോട് അങ്ങ് സ്തുതിക്കുന്നു. എല്ലാവർക്കും ഇല്ലാത്തതായിരിക്കുന്ന ചില കഴിവുകളൊക്കെയും നിന്റെ മക്കൾക്ക് ഈ നിലയിൽ നൽകിക്കൊടുത്തു. അത് ആ നിലയിൽ തന്നെ പ്രയോജനകരമാകുന്ന നിലയിൽ ഉപയോഗിപ്പാൻ തക്കോണം അവരെ സഹായിക്കുന്നു. അതിനുള്ള മനസ്സും താല്പര്യവും കൊടുത്തു. അവരുടെ ശബ്ദങ്ങളെ ദൈവം കർത്താവെ മാധുര്യമുള്ളതാക്കി തീർത്തു. അങ്ങനെ കർത്താവിന്റെ മഹത്വത്തെ പാടി കീർത്തിപ്പാൻ തക്കോണം ഇടയാകുന്നതോർത്ത് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രതിയാൽ ഇന്ന് റോയിസ് ക്രിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രതിയാൽ പ്രാർത്ഥിക്കുന്നു. കുമളിയുടെ പ്രദേശങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം ആക്കിയിരിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേക കരുതലും കൃപയും അനുഭവിപ്പാൻ തക്കോണം ഇടയാകേണ്ടതിനുണ്ട് പ്രതിയാൽ പ്രാർത്ഥിക്കുന്നു. ഈ മാധ്യമം നല്ല നിലയിൽ കർത്താവെ കേടുകൂടാതെ പ്രയോജനപ്പെടുവാൻ ഇടയാകേണ്ടതിനു വേണ്ടി ഞങ്ങൾ നമ്മുടെ പ്രതിയാൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അതിനുവേണ്ടി ഒരുങ്ങി പാട്ടുകൾ പാടുവാനായിട്ട് സന്നദ്ധരായി വന്നിരിക്കുന്ന മക്കൾക്ക് ഒരു തടസ്സവും ഉണ്ടാകാത്ത വിധത്തിൽ ഈ കാര്യങ്ങളൊക്കെയും അത് ഏറ്റവും കർത്താവ് ഭംഗിയായി നന്നായി നിർവഹിക്കപ്പെടുവാൻ ഇടയാകണമേ. ഈ മീറ്റിംഗിൽ ഇന്ന് സംബന്ധിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നവരെയും ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളൊന്നും കൂടാതെ അവർക്കും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാനും ഞങ്ങൾ കർത്താവെ പാട്ടുകളിലൂടെ കർത്താവെ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആശ്വാസങ്ങളൊക്കെയും പ്രാപിച്ച് മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കണം. എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ ഞങ്ങൾ വിനയമായും താഴ്മയായും അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഉത്തരവരുമാറാകണമേ. ദൈവത്തിന് സ്തോത്രം.
പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷയൊന്ന് പരിചയപ്പെടുത്തുകയാണ്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ ബ്രദറൻ എന്നുള്ളത് ഓസ്ട്രേലിയയിലെ പെർത്തിൽ ബ്രദറന്മാരായിരിക്കുന്ന മലയാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടായ്മയാണ്. അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസനാണ് പ്രിയ ജോൺ ചെറിയാനങ്കിൾ. അദ്ദേഹമാണ് ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെയും കുടുംബത്തെയും ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് കണ്ണൂർ ജില്ലയിലെ ഒരു ടീം പ്രവർത്തനമാണ്. വ്യത്യസ്ത നിലകളിലുള്ള നിരവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ ഈ കണ്ണൂർ ജില്ലയുടെ പ്രദേശത്തും മറ്റു സ്ഥലങ്ങളിലും ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ മാസവും അതിൻ്റെ അവസാനത്തെ ശനിയാഴ്ചകളിൽ നടത്തിവരുന്ന സംഗീത ശുശ്രൂഷയാണ് ഇന്ന് സ്തുതി തരംഗം എന്ന പേരിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെയും അനേക ദൈവദാസന്മാർ രചിച്ച ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുവാൻ, അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേൾപ്പാൻ, അതുപോലെ അനേക കർത്തദാസന്മാരുടെ ദൈവവചന സന്ദേശങ്ങൾ കേൾപ്പാനൊക്കെയും നമുക്കിടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് വ്യത്യസ്തങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ്, ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ പ്രമോദ് എസ് ജോൺ ദോഹ, ബ്രദർ റോയ് ഫിലിപ്പ് ആൻഡ് സിസ്റ്റർ അനിത ന്യൂയോർക്ക്, സിസ്റ്റർ മിഷേൽ പ്രകാശ് അറ്റ്ലാന്റ, സിസ്റ്റർ മജു എബി അൽവർ, സിസ്റ്റർ ജോയ്ല ബിജോയ് ബഹ്റൈൻ, സിസ്റ്റർ ജോസ്ന ബിജോ അയർലൻഡ്, സിസ്റ്റർ ജോയന ബിജോയ് ബഹ്റിൻ, സിസ്റ്റർ റൂബിൾ ജോബി ചെന്നൈ എന്നീ പ്രിയപ്പെട്ടവരാ ഈ സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കുമളിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്തദാസൻ റോയ്സ് കറിയ അവർകളെയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ അദ്ദേഹം ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വരുന്നത്. കുമളിയുടെ പ്രദേശത്തും മാത്രമല്ല കേരളത്തിന്റെ അങ്ങോളവും ഇങ്ങോളവും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ കടന്നുപോയി കർത്താവിനെ സാക്ഷിയായി അനേക ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ അദ്ദേഹത്തെ ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിയ കർത്തദാസൻ റോയ്സ് കറിയെ ഞാൻ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഓസ്ട്രേലിയയിലെ പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലിയും കണ്ണൂർ ശാലോം ഗോസ്പൽ മിനിസ്ട്രീസും സംയുക്തമായി നടത്തുന്ന സ്തുതി തരംഗം എന്ന ആത്മീയ ഗാന സംഗമത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗാനങ്ങൾ എല്ലാ കാലത്തും മനുഷ്യന് ആനന്ദം പകരുന്നതാണ്. എന്നാൽ ക്രിസ്തീയ ഗാനങ്ങൾ ക്രിസ്തുവിൽ അധിഷ്ഠിതമാകയാൽ ആ ഗാനങ്ങൾ മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം സമാധാനവും ആശ്വാസവും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു. ശാലോം ഗോസ്പൽ മിനിസ്ട്രീസ് നേതൃത്വം നൽകുന്ന ബ്രദർ റിജോയ് കെ ജോൺ ഒരു നല്ല ഗായകനാണ്. ഈ ടീം മലബാറിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യുന്ന ശുശ്രൂഷകൾ ശ്ലാഘനീയമാണ്. സംഗീത ശുശ്രൂഷയും ഭവന സന്ദർശനവും പരസ്യയോഗങ്ങളും മിനി കൺവെൻഷനുകളും ലിറ്ററേച്ചർ പ്രിന്റ് ചെയ്ത് വിതരണം നടത്തുന്നു. ഓൺലൈൻ ശുശ്രൂഷകളും ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. എനിക്കും നിരവധി തവണ ഈ മിനിസ്ട്രിയുടെ ഭാഗമാകുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. പെർത്ത് ഇന്ത്യൻ ക്രിസ്ത്യൻ അസംബ്ലി ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും പ്രതിഫലം നൽകി മാനിക്കുകയും അനുഗ്രഹിക്കുകയും
ചെയ്യട്ടെ. നമ്മുടെ ദിനംതോറുമുള്ള ആരാധനാ ധ്യാനങ്ങളിലും കൺവെൻഷൻ ഗാനങ്ങളിലും ഒക്കെ പാടിപ്പതിഞ്ഞ ആയിരക്കണക്കിന് ഗാനങ്ങളാൽ സമ്പുഷ്ടമാണ് മലയാള ക്രിസ്തീയ സംഗീത ശാഖ. ആ ഗാനസാഗരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത അപൂർവ ശോഭയുള്ള ചില ഗാനങ്ങളാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സഹോദരങ്ങൾ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. വളരെ സന്തോഷം. പാടുന്നതും ഓർപ്പിച്ച പോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ അനുഗ്രഹീതരായ ഗായകർ നമ്മുടെ മുൻപിൽ എത്തുകയാണ്. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് നേരത്തെ ഓർപ്പിച്ചതുപോലെ ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ്, ബ്രദർ സജീവ് മാത്യു മെൽബൺ, ബ്രദർ പ്രമോദ് എസ് ജോൺ ദോഹ, ബ്രദർ റോയ് ഫിലിപ്പ് ആൻഡ് സിസ്റ്റർ അനിത ഫ്രം ന്യൂയോർക്ക്, സിസ്റ്റർ മജു എ ബി അൽവാർ, സിസ്റ്റർ ജോയല ബിജോയ് ബഹ്റിൻ, സിസ്റ്റർ ജോസ്ന ബിജോ അയർലൻഡ്, സിസ്റ്റർ ജോയന്ന ബിജോയ് ബഹ്റിൻ, സിസ്റ്റർ റൂബൽ ജോബി ചെന്നൈ, സിസ്റ്റർ മിഷേൽ പ്രകാശ് അറ്റ്ലാന്റ എന്നീ സഹോദരങ്ങളാണ് നമുക്ക് വേണ്ടി ഈ ഗാനങ്ങൾ ഇവിടെ ആലപിക്കുന്നത്. ആദ്യത്തെ ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബ്രദർ സജീവ് മാത്യു മെൽബൺ നമുക്ക് വേണ്ടി ആദ്യത്തെ ഗാനം പാടുകയാണ്. വളരെ പ്രസിദ്ധമായ ആശയോടെന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കുവാൻ പോയ എന്റെ പ്രിയ നാഥ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തന്റെ ഹൃദയവാഞ്ചയാണ് ഈ ഗാനം വിവരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ആ ഉറപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. പിന്നീട് പറയുന്നത് എന്നിൽ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്ന് വരും എന്നേശുവേ, പൊന്നുമുഖം എന്ന് കാണും, രത്നങ്ങളാ നിർമ്മിതമായ ആ പൊൻ വീട്ടിലെത്തി വിശ്രമിക്കുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. ആ ഭാഗ്യനാളിനെ ഓർത്ത് ഞാൻ ആമയം മറന്ന് പാടി ആശ്വസിക്കുന്നു എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. വിശുദ്ധ ഗണം സംഗമിക്കുന്ന ആ നാൾ പുണ്യദിനമാണ്, ഞാനും കാണും നിന്നരിയിലെന്ന്. എനിക്ക് വേണ്ടി പാടുകളേറ്റ തകർക്കപ്പെട്ട നിന്റെ ഉടൽ കണ്ട് ഞാൻ വിസ്മിത നേത്രനായി നിന്നിടും. ഞാൻ യേശുവിന്റെ വീണ്ടും വരവിനെ ആശയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ആത്മബലം പകരുന്ന ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നു. ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഈ ഗാനം പാടുകയാണ്. അനുഗ്രഹീത ഗായകനാണ്. കുട്ടികൾ അദ്ദേഹത്തെ ജിബു അങ്കിൾ എന്നാണല്ലോ വിളിക്കുന്നത്. അദ്ദേഹത്തെ ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ്. ആശയുടെയെന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എന്റെ പ്രിയനാഥ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണുമെന്നാഥനേ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാൻ എന്നു കാണുമെന്നാഥനേ. ആശയുടെയെന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എന്റെ പ്രിയനാഥ. രത്നങ്ങളാകും നിറമാ പൊൻ
പൊൻവീടതിൽ എത്തി വിശ്രമിച്ചിടുവാൻ വാഞ്ചിച്ചിടുന്നേ. രത്നങ്ങളാൽ ഗംഭീരമാ പൊൻവീടതിൽ എത്തി വിശ്രമിച്ചിടുവാൻ വാഞ്ചിച്ചിടുന്നേ. ആ ഭാഗ്യനാടിനെ പോത്തു ഞാനിന്ന് ആമയം മറന്നു പാടി ആശ്വസിച്ചിടും. ആ ഭാഗ്യനാടിനെ പോർത്തു ഞാനിന്ന് ആമയം മറന്നു പാടി ആശ്വസിച്ചിടും. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എന്റെ പ്രിയനാഥ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാനെന്നു കാണുമെന്ന് നാഥനേ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാനെന്നു കാണുമെന്ന് നാഥനേ. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എന്റെ പ്രിയനാഥ. വിശുദ്ധഗണം സംഗമിക്കും പുണ്യദിനത്തിൽ ഏഴയാം നിന്നരികിൽ നിന്നിടുമെന്ന്. വിശുദ്ധഗണം സംഗമിക്കും പുണ്യദിനത്തിൽ ഏഴയാം നിന്നരികിൽ നിന്നിടുമെന്ന്. എനിക്ക് വേണ്ടി പാടുകളേറ്റ നിന്നുടൽ കാണുമ്പോൾ വിസ്മിതനേത്രനായി ഞാൻ നിന്നിടും. എനിക്ക് വേണ്ടി പാടുകളേറ്റ നിന്നുടൽ കാണുമ്പോൾ വിസ്മിതനേത്രനായി ഞാൻ നിന്നിടും. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എന്റെ പ്രിയനാഥ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാനെന്നു കാണുമെന്ന് നാഥനേ. എന്നു വരും എന്നേശുവേ, നിന്റെ പൊന്മുഖം ഞാനെന്നു കാണുമെന്ന് നാഥനേ. ആശയോടെ എന്നും കാത്തിടുന്നു നാഥ, വീടൊരുക്കാൻ പോയ എന്റെ പ്രിയനാഥ. താങ്ക് യു ബ്രദർ ഫിലിപ്പ് കെ ആൻഡ്രൂസ്. അടുത്ത ഗാനം പാടുന്നത് ബ്രദർ സജി മാത്യു മെൽബൺ ആണ്. വളരെ പ്രസിദ്ധമായ കുമ്പിടുന്നു ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതങ്ങളെ തൊട്ടുണർത്തുന്ന അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ബ്രദർ സജീവ് മാത്യു മെൽബൺ. അൻപഴും ശ്രീയേശുനാഥന്റെ മുൻപിൽ കുമ്പിടുന്നു ഞാൻ പാതാരവിന്ദേ. അൻപഴും ശ്രീയേശുനാഥന്റെ മുൻപിൽ ലോക ഇമ്പങ്ങൾ തന്നാമ്പഴും മുമ്പേ ചേർത്തിടണേ സ്വർഗരാജമതിങ്കൽ. ലോക ഇമ്പങ്ങൾ തന്നാമ്പഴും മുൻപേ ചേർത്തിടണേ സ്വർഗരാജമതിങ്കൽ. കുമ്പിടുന്നു ഞാൻ പാതാരവിന്ദേ.
അൻപെഴും ശ്രീയേശുനാഥന്റെ മുൻപിൽ നാൾ വഴിയോരോന്നും പിന്നിടുമ്പോഴും നാളെയെ ഓർത്തു ഞാൻ കേണിടുമ്പോഴും നാൾ വഴിയോരോന്നും പിന്നിടുമ്പോഴും നാളെയെ ഓർത്തു ഞാൻ കേണിടുമ്പോഴും കാരുണ്യസൂക്തമായി ഉള്ളിൽ നിറഞ്ഞു നീ കാരുണ്യസൂക്തമായി ഉള്ളിൽ നിറഞ്ഞു നീ കാര്യങ്ങളോരോന്നും സാധിതമാക്കണേ കാര്യങ്ങളോരോന്നും സാധിതമാക്കണേ കുമ്പിടുന്നു ഞാൻ പാദാരവിന്ദേ അൻപെഴും ശ്രീയേശുനാഥന്റെ മുൻപിൽ ശൂന്യമായൻ പാത തീർന്നിടുമ്പോഴും കുരിരുളൻ കാഴ്ച മായ്ച്ചിടുമ്പോഴും ശൂന്യമായൻ പാത തീർന്നിടുമ്പോഴും കുരിരുളൻ കാഴ്ച മായ്ച്ചിടുമ്പോഴും കാരുണ്യദീപ്തിയായി ഉള്ളിൽ തെളിഞ്ഞു നീ കാരുണ്യദീപ്തിയായി ഉള്ളിൽ തെളിഞ്ഞു നീ പാതകളോരോന്നും കാഞ്ചനമാക്കണേ പാതകളോരോന്നും കാഞ്ചനമാക്കണേ കുമ്പിടുന്നു പാദാരവിന്ദേ അൻപെഴും ശ്രീയേശുനാഥന്റെ മുൻപിൽ ലോയിമ്പങ്ങൾ തന്നാമ്പെഴും മുൻപേ ചേർത്തിടണേ സ്വർഗരാജ്യമതിങ്കൽ ലോകയിമ്പങ്ങൾ തന്നാമ്പെഴും മുൻപേ ചേർത്തിടണേ സ്വർഗരാജ്യമതിങ്കൽ കുമ്പിടുന്നു ഞാൻ പാദാരവിന്ദേ അൻപെഴും ശ്രീയേശുനാഥന്റെ മുൻപിൽ. Thank you, brother Sajeev Matthew, for the wonderful singing. Next song is a beautiful English Christian melody, one of the famous song, I Love You Lord, speaking about the goodness of God. Our psalmist says in Psalm number 145, verse number 2 says, every day I will bless you, and I will praise your name forever and ever. Great is the Lord, and highly to be praised, and his greatness is unsearchable. ഈ ഗാനത്തിന്റെ അർത്ഥം വളരെ സുന്ദരമാണ്. അതിന്റെ ആശയം ഇങ്ങനെ പോകുന്നു: ദൈവമേ, നിന്റെ ദയ ഒരു നാളും നിന്നു പോകുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത് നിന്റെ കരം പ്രവർത്തിച്ചിട്ടാണ്. എന്റെ ശിരസ് നിന്റെ കരത്തിൽ വിശ്രമിക്കുന്നത് വരെ
ഞാൻ നിന്റെ നന്മയെക്കുറിച്ച് പാടും. ഓൾ മൈ ലൈഫ് യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ. എന്റെ ജീവിതത്തിലുടനീളം നീ എനിക്ക് വിശ്വസ്തനാണ്. എന്റെ ജീവിതത്തിലെ കഠിന ശോധനയിൽ നീ എനിക്ക് പിതാവിന്റെ വാത്സല്യം നൽകി, ഒരു കൂട്ടുകാരന്റെ സഹിത്വം നൽകി. കർത്താവെ, നിന്റെ മഹത്വം ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. ഇത്ര നല്ലവനായ ദൈവത്തിങ്കിലേക്ക് എന്നെ ഭരമേൽപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന ആശയം വരുന്ന ഐ ലവ് യു ലോർഡ് എന്ന ഗാനം സിസ്റ്റർ മിഷേൽ പ്രകാശ് ഫ്രം അറ്റ്ലാന്റ നമുക്കായിട്ട് പാടുകയാണ്. ഓവർ ടു ദ സിംഗർ. For your mercy never fails me. All my days I've been held in your hands. From the moment that I wake up until I lay my head, oh, I will sing of the goodness of God. For all my life you have been faithful, and all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. I love your voice. You have led me through the fire. In darkest nights, you are close like no other. I've known you as a father. I've known you as a friend. And I have lived in the goodness of God. All my life you have been faithful, and all my life you have been so, so good. With every breath that I am able, I will sing of the goodness of God. Your goodness is running after me. Your goodness is running after me. With my life laid down, I'm surrendered now. I give you everything. Your goodness is running after me. Your goodness is running after me. Your goodness is running after me. With my life laid down, I'm surrendered now. I give you everything. Your goodness is running after me. Your goodness is running after me. All my life you have been faithful, and all my life you have been so, so good. With every breath that I am able, oh, I will sing of the goodness of God. I will sing of the goodness
grace of God. Thank you. Thank you, Sister Michelle. It was a wonderful singing. We blessed with the great singing. അടുത്ത ഗാനം ആലപിക്കുന്ന സിസ്റ്റർ മജു അബി അൽവാറാണ്. അൽവാറിൽ നിന്ന് ഈ സഹോദരി നമുക്ക് വേണ്ടി അനേക ആയിരങ്ങളെ സ്പർശിച്ചിട്ടുള്ള വളരെ മനോഹരമായ ഒരു മലയാളം ഗാനം നമുക്ക് വേണ്ടി പാടുകയാണ്. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം, നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവ. ചങ്ങനാശ്ശേരിക്കടുത്ത് മാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കുടുംബം, അതിൽ ആ ദേവദാസന്റെ ഭാര്യ സൂസൻ ജോസഫ് രചിച്ച ഒരു ഗാനമാണ്. ആ ഗാനം പാടുവാനായിട്ട് അല്ലെങ്കിൽ എഴുതുവാനായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കേണ്ട സമയത്ത് അവരുടെ വീട് വളരെ പട്ടിണിയിലൂടെ വളരെ സാമ്പത്തിക ക്ലേശം അനുഭവിച്ച് മുന്നോട്ട് പോയായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ സങ്കട വേളയിൽ സിസ്റ്റർ സൂസൻ ജോസഫ് എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ. സങ്കീർത്തനം 34:6 നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ നാം ആനന്ദിക്കും, നാം ആർത്തുപാടും. അതെ, യേശുവാണ് നമ്മുടെ രക്ഷകൻ, യേശുവാണ് നമ്മുടെ പരിപാലകൻ. നമ്മുടെ ജീവിതയാത്രയിൽ നീറുന്ന 100 പ്രശ്നങ്ങൾ വരുമ്പോൾ, കൂരിരുൾ താഴ്വരയിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല കർത്താവായ യേശുക്രിസ്തു. അവൻ നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്, ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കും. ഇത്ര നല്ലവനായ കർത്താവിനെ രുചിച്ചറിഞ്ഞ ഏതൊരു ദൈവഭക്തനും പാടുവാൻ കഴിയും, നീയാണ് എന്റെ രക്ഷകൻ. വളരെ മനോഹരമായ ഗാനം ഇപ്പോൾ സിസ്റ്റർ മജു അബിയുടെ ശബ്ദത്തിൽ നമുക്ക് ശ്രവിക്കാം. എല്ലാ ആദരവോടും കൂടെ ക്ഷണിക്കുന്നു സിസ്റ്റർ മജു അബി ഫ്രം അൽവാർ. ആനന്ദഗാനങ്ങൾ പാടി
നായകൻ നീ എൻ്റെ അഭയസ്ഥാനം. നീരേഴും വേളയിൽ നീ എനിക്കിടും നന്മയിൻ നീരുറവ. നീരേഴും വേളയിൽ നീ എനിക്കിടും നന്മയിൻ നീരുറവ. താങ്ക് യു സിസ്റ്റർ മജു അബി. വളരെ മനോഹരമായ രീതിയിൽ ആ ഗാനം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. അടുത്ത ഗാനം നമുക്കായി പാടുന്നത് ബ്രദർ പ്രമോദ് എസ് ജോൺ ഫ്രം ദോഹയാണ്. നമുക്ക് എത്ര കേട്ടാലും മതിവരാത്ത ഞാൻ പാടും സ്തുതിഗീതങ്ങൾ, ഞാൻ കേൾക്കും കരുത്തന്റെ വാക്കുകൾ എന്നുള്ള ആ മനോഹരമായ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും രോഗങ്ങളുണ്ട്, വളരെയധികം കഷ്ടങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ പല തരത്തിലുള്ളതാകാം, പല നിലകളിലുള്ളതാകാം, പല സന്ദർഭങ്ങളിലാകാം. എന്നാൽ യേശുക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്, ഭൂമിയിലെ എന്റെ കഷ്ടങ്ങളും രോഗങ്ങളും എല്ലാം ഞാൻ മറക്കും, എന്റെ പ്രിയനായ യേശുവിൽ ഞാൻ ചാരി യാത്ര ചെയ്യും. കാരണം യേശു എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് കുരിശിൽ കയറിയത്. എന്റെ പാപത്തിനും എന്റെ ശാപത്തിനും പരിഹാരമുണ്ടായത് യേശു കുരിശിൽ മരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അവനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരിക്കും. അവൻ ഇനി എന്നെ ചേർക്കുവാൻ വരുന്നത് വരെ എനിക്ക് പാടാതിരിക്കുവാൻ കഴിയുന്നതല്ല. കാരണം 1 പത്രോസ് 2:24 പറയുന്നത്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൻ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രോഗം മാറുന്നതല്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതല്ല. നരകയോഗ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം കർത്താവായ യേശുക്രിസ്തു വരുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രിയനായ, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന് സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്ന ആ യേശുവിൽ ചാരി യാത്ര ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് പറയാൻ കഴിയും, ഞാൻ പാടും സ്തുതിയിൻ ഗീതങ്ങൾ. പ്രമോദ് എസ് ജോൺ ഈ ഗാനം നമുക്ക് വേണ്ടി പാടുന്നു. പ്രത്യേകം ക്ഷണിക്കുന്നു. താങ്ക് യു. സ്തുതിയിൻ ഗീതങ്ങൾ ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. ഞാൻ പാടും സ്തുതിയിൻ ഗീതങ്ങൾ ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. കഷ്ടങ്ങൾ എൻ രോഗങ്ങൾ എല്ലാം ഞാൻ മറന്നിടുമേ. എൻ കഷ്ടങ്ങൾ എൻ രോഗങ്ങൾ എല്ലാം ഞാൻ മറന്നിടുമേ. എൻ പ്രിയന്റെ ആർവിടത്തിൽ എന്നെന്നും ചാരിയിടും ഞാൻ. എൻ പ്രിയന്റെ ആർവിടത്തിൽ എന്നെന്നും ചാരിയിടും ഞാൻ. പാടും സ്തുതിയിൻ ഗീതങ്ങൾ ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. ഞാൻ പാടും സ്തുതിയിൻ ഗീതങ്ങൾ ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ.
എൻ പാപങ്ങൾ മോചിപ്പാനായി എൻ യേശു ക്രൂശിൽ തൂങ്ങി. എൻ പാപങ്ങൾ മോചിപ്പാനായി എൻ യേശു ക്രൂശിൽ തൂങ്ങി. എൻ സ്തുതികൾ നിൻ നാമത്തിൽ എപ്പോഴും പാടിയിടും ഞാൻ. എൻ സ്തുതികൾ നിൻ നാമത്തിൽ എപ്പോഴും പാടിയിടും ഞാൻ. ഞാൻ പാടും സ്തുതിൻ ഗീതങ്ങൾ, ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. ഞാൻ പാടും സ്തുതിൻ ഗീതങ്ങൾ, ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. എൻ പ്രിയന്റെ വരവിൻ നാളിൽ ഞാനാർത്തു ഘോഷിക്കും. എൻ പ്രിയന്റെ വരവിൻ നാളിൽ ഞാനാർത്തു ഘോഷിക്കും. മേഘത്തെരിൽ നിന്നിറങ്ങി എന്നെയും ചേർത്തിടുമേ. മേഘത്തെരിൽ നിന്നിറങ്ങി എന്നെയും ചേർത്തിടുമേ. ഞാൻ പാടും സ്തുതിൻ ഗീതങ്ങൾ, ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. ഞാൻ പാടും സ്തുതിൻ ഗീതങ്ങൾ, ഞാൻ കേൾക്കും കർത്തന്റെ വാക്കുകൾ. താങ്ക് യു ബ്രദർ പ്രമോദ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. തീർച്ചയായിട്ടും കർത്തന്റെ വാക്ക് കേട്ട് അവന് സ്തുതി പാടി നമ്മുടെ ഈ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇനിയൊരു ഹിന്ദി ഗാനമാണ് സിസ്റ്റർ ജോയല്ല ബിജോയ് ഫ്രം ബഹ്റിൻ നമുക്കായിട്ട് പാടുകയാണ്. നമുക്ക് ഏവർക്കും സുപരിചിതമായ വളരെ ഹിറ്റായ ഒരു ഗാനമാണ് മേരി പനാഹ് തൂഹിഹേ, യു ആർ മൈ റെഫ്യൂജ് എന്നാരംഭിക്കുന്ന ഈ ഗാനം നമ്മുടെ ബൈബിളിൽ 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ട ചെയ്ത ഒരു ഗാനമാണ്. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്, എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. കർത്താവേ, ഒരിക്കൽ കൂടി ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. എന്നെ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കണമേ, എന്നാൽ ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവത്തിന്റെ കരുതല് അനുഭവിച്ച, ദൈവത്തിന്റെ സങ്കേതത്തിലെ ആശ്വാസം അനുഭവിച്ച ഒരു ദൈവഭക്തന് അത് ആസ്വദിച്ച് പറയുവാനായിട്ട് കഴിയും. നിന്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. നീ എന്റെ നിലവിളി കേൾക്കുന്നു, കഷ്ടങ്ങളിൽ നീ എന്നെ കൈവിടുന്നില്ല. വളരെ ഹൃദ്യമായ വരികളും ഹൃദയം തൊടുന്ന ആലാപനങ്ങൾ കൊണ്ടും പ്രസിദ്ധമായ ഈ ഗാനം ഒരു പ്രാവശ്യം കൂടി ശ്രുതിമധുരമായ ആ വാക്കുകളിലൂടെ, ശബ്ദത്തിലൂടെ സിസ്റ്റർ ജോയല്ല ബിജോയിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. ഈ ഗാനത്തിനായിട്ട് സഹോദരി ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
താങ്ക് യു ജോയല്ല ഫോർ ദ വണ്ടർഫുൾ സിംഗിങ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത ഗാനം ആലപിക്കുന്നത് സിസ്റ്റർ റൂബിൾ ജോബി ഫ്രം ചെന്നൈ. റൂബിൾ പാടുന്ന പാട്ട് പാടുവാൻ എനിക്കില്ലിനി ശബ്ദം പാവനനെ നിൻ സ്തുതികളല്ലാതെ പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഉപമയിൽ ഒരെണ്ണമാണ് നല്ല ശമരിയക്കാരന്റെ ഉപമ. അതിനെ പല നിലകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. നല്ല സ്നേഹിതൻ, നല്ല അയൽക്കാരൻ എന്ന നിലയിലൊക്കെ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കണ്ണിലും ദയ തോന്നാതെ വീണ് കിടന്നവനെ കരം പിടിച്ചുയർത്തി കരുണാനിധിയായ കർത്താവ് ആലംബഹീനരുടെ ആശ്രയമായ ആശ്വാസദായകനായ യേശുവിനെയാണ് ഈ ഗാനത്തിലൂടെ പരിചയപ്പെടുന്നത്. ഒരുപക്ഷെങ്കിൽ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരു വ്യക്തിയാണ് കള്ളന്റെ കയ്യിൽ അകപ്പെട്ടത്. വഴിയെ പോയ പലർക്കും അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു ശമരിയക്കാരൻ വന്ന് അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നതും തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലാക്കുന്നതും ഒക്കെയാണ് ആ ഉപമയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും പിശാചിന്റെ ആ ആക്രമണത്തിൽ പരിക്കുപറ്റി കഴിഞ്ഞവരായിരുന്നു മനുഷ്യവർഗം മുഴുവൻ. അവരെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പാപത്തിന്റെ വലിയ ആ മുറിവുകൾ നമ്മുടെ ശരീരത്തിലാകമാനമുണ്ടായിരുന്നു. എന്നാൽ ഒരു മനുഷ്യന് മറ്റൊരാളെ ശുശ്രൂഷിക്കുവാനോ രക്ഷിക്കുവാനോ കഴിയാതിരുന്നപ്പോൾ നമ്മെ നിർമ്മിച്ചവനായ ദൈവം, നമ്മുടെ സ്രഷ്ടാവായ ദൈവം നമ്മെ പോലെ ഒരുവനായി വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ കരകയറ്റി നമ്മളെ രക്ഷ ചെയ്ത വലിയ സന്ദേശമാണ് ഈ ഗാനം നമുക്ക് നൽകുന്നത്. ആ കർത്താവിനെ നമ്മൾ എത്ര പ്രാവശ്യം എത്ര നേരം നമ്മുടെ ഈ പാരിലെ ജീവിതത്തിൽ പാടിയാലും നമുക്ക് ശബ്ദം പോരാതെ വരും, വാക്കുകൾ പോരാതെ വരും. എന്നാൽ നമ്മുടെ ശബ്ദവും നമ്മുടെ പാട്ടൊക്കെ നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ കർത്താവിനെ പറ്റിയായി തീരട്ടെ. ഇപ്പോൾ സിസ്റ്റർ റൂബിൾ ജോയ് ഫ്രം ചെന്നൈ നമുക്ക് വേണ്ടി ഈ ഗാനം പാടുകയാണ്. പാടുവാൻ എനിക്കില്ലിനി ശബ്ദം. ഈ ഗാനം ശ്രമിച്ചാലും. പാടുവാനിനി കില്ലിനി ശബ്ദം പാവ
പാപത്താൽ മുറിവേറ്റ വഴിയരികിൽ ആരും അറിയാതെ കിടന്നപ്പോൾ താങ്ങിയെടുത്തെന്നെ താലോലിച്ചു ആലംബമേകിയോനേ എന്നീശുവേ ആനന്ദദായകനേ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാടുവാനെനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. പാരിലൻ ജീവിതം തീരും വരെയും പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടിടും ഞാൻ നിനക്കായി മാത്രം. പാടുവാൻ എനിക്കില്ലിനി ശബ്ദം പാവനനേ നിൻ സ്തുതികളല്ലാതെ. താങ്ക് യു സിസ്റ്റർ റൂബിൾ ജോബി. വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി വീണ്ടും നമ്മളൊരു ഇംഗ്ലീഷ് ഗാനം കൂടെ കേൾക്കുവാൻ പോവുകയാണ്. ആ ഗാനം പാടുന്നത് സിസ്റ്റർ ജോസ്ന ബിജോ ഫ്രം അയർലൻഡാണ്. 1869 ഫാനി ക്രോസ്ബി എന്ന വ്യക്തി രചിച്ച വളരെ മനോഹരമായ ഒരു ഗാനം, ജീസസ് കീപ് മീ നിയർ ദ ക്രോസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂസിലേക്ക്, കുരിശിന്റെ അടുക്കലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്ന വളരെ മനോഹരമായൊരു ഗാനം. എന്താണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ പ്രത്യേകത? ലോകത്തിൽ അനേകര് കുരിശിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിൽ കുരിശിൽ മരിച്ചവരൊക്കെ വലിയ വലിയ കുറ്റവാളികളായിരുന്നു. കോടതി വിധിച്ചവരെ മരണത്തിന് ഏൽപ്പിച്ചതാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധിച്ചു, പക്ഷേ യേശു ഒരു തെറ്റും ചെയ്തിട്ടായിരുന്നില്ല കുരിശിൽ മരിച്ചത്. അവൻ പാപമില്ലാത്തവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു, പാപത്തോട് വേർപെട്ടവനായിരുന്നു, വിശുദ്ധ പ്രജ എന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിച്ചു. അത് തന്റെ പാപത്തിന് വേണ്ടിയല്ല, താൻ പാപി ആയതുകൊണ്ടല്ല, മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയായിരുന്നു. ആ യേശു കാൽവറി ക്രൂസിൽ കിടക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അനേക കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. യേശുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോരുത്തരെ ക്രൂശിച്ചിട്ടുണ്ട്. അവർക്കാർക്കും തല്ലുകൊണ്ടിട്ടില്ല, അവരുടെ മീശരോമങ്ങൾ പിഴുതെടുത്തിട്ടില്ല, അവരുടെ തലയിൽ മുൾക്കിരീടമില്ല, അവരുടെ ആകൃതി നഷ്ടപ്പെട്ടിട്ടില്ല. അവര് രക്തം വാർന്നൊലിക്കുന്നവരായിട്ടല്ല കുരിശിൽ കിടക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു അടികളാൽ, ആണിയാൽ, മുൾമുടിയാൽ അടിമുടി മുഴുവൻ മുറിവുകളേറ്റവനായി കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ കിടക്കുകയാണ്. May God keep all of us listening to this hymn near the cross. No weapon that is formed against when we remain at the cross, when we remain steadfast at the foot of the cross. This song has been comforting many all around this world. Such a meaningful song and a beautiful worship song. Jesus, keep me near the cross. Let us listen from Sister Josna Bijo from Ireland. Jesus, keep me near the cross.
താങ്ക് യു സിസ്റ്റർ ജോസ്ന ബിജോ. നാം ഇതുവരെയും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്കൊരു തമിഴ് ഗാനം ശ്രദ്ധിക്കാം. സിസ്റ്റർ ജോയന്ന ബിജോയ് ഫ്രം ബഹ്റിൻ നമുക്ക് വേണ്ടി പാടുകയാണ് വളരെ പ്രസിദ്ധമായ എന്നിൽ അടങ്ക സോത്തിരം. നമുക്ക് ആ പാട്ട് നല്ല തിരിയും. അരുമயான പാടൽ എന്നിൽ അടങ്ക സോത്തിരം. എന്നിൽ അടങ്ങാത്ത നിൻ സ്തുതി ഞാൻ എന്നും പാടും. എന്റെ ജീവിതയാത്രയിൽ നീ ചെയ്ത നന്മകൾ അനവധിയാണ്. കർത്താവെ, നീ സൃഷ്ടിച്ച ആകാശത്തിലെ താരാജാലങ്ങളും ഈ അണ്ടകടാകം മുഴുവൻ, ഭൂമിയിൽ കാണുന്നതെല്ലാം നിന്നെ പുകഴ്ത്തിയാണ്. സകല സൃഷ്ടികളും, കാറ്റും കൊടുങ്കാറ്റും മഴയും മാരുവില്ലും മഞ്ഞും, നിന്റെ ശബ്ദത്താൽ നീ സൃഷ്ടിച്ച സകലതും നിന്നെ വാഴ്ത്തുന്നു. നിന്റെ കരാങ്കുലികൾ കൊണ്ട് മെനഞ്ഞ മനുഷ്യർ, ഞാൻ നിന്റെ നന്മകളെ ഏറ്റുവാങ്ങുന്ന ഞാൻ എങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കും? അവർണ്ണനീയമായ അവാച്യമായ വാക്കുകളാൽ ദൈവത്തെ പുകഴ്ത്താൻ സാധിക്കുന്ന വളരെ അർത്ഥസമ്പുഷ്ടമായ വരികളടങ്ങിയ എന്നിൽ അടങ്ക സ്തോത്രം എന്ന ആ തമിഴ് ഗാനം സിസ്റ്റർ ജോയന്ന ബിജോയ് ബഹ്റിനിൽ നിന്നും നമുക്ക് വേണ്ടി പാടുന്നു. നമുക്ക് ശ്രദ്ധിക്കാം.
താങ്ക് യു സിസ്റ്റർ ജോയന ബിജോയ്. വളരെ മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. നമ്മുടെ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഗാനങ്ങൾ വിവിധ ഭാഷകളിൽ കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഏറ്റവും അവസാനമായ ഈ പാട്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇന്നത്തെ ശുശ്രൂഷയിലെ ഏറ്റവും അവസാനത്തെ പാട്ട് ബ്രദർ റോയ് ഫിലിപ്പും സിസ്റ്റർ അനിതയും ചേർന്ന് ന്യൂയോർക്കിൽ നിന്നും നമുക്ക് വേണ്ടി പാടുകയാണ്. പ്രസിദ്ധമായ ഒരു ഗാനമാണ്. ഗാനരചയിതാവും ഗായകനുമായ JV പീറ്റർ എഴുതിയ നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ എന്നാരംഭിക്കുന്ന ഗാനമാണ് അവർ പാടുന്നത്. ഈ പാട്ടിന് ശേഷം ബ്രദർ റിജോയ് തുറന്നുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. JV പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം അനുഭവത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകിയ സന്ദർഭത്തിൽ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന കർത്താവ് തന്റെ മനോമുഖരത്തിൽ കത്തി ജ്വലിച്ച ചില സംഭവങ്ങൾ തന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നീയൻ സ്വന്തം നീയൻ പക്ഷം നീർവേളകളിൽ എന്ന പാട്ട് ഒരുപാട് പേര് മിക്കവാറും ആത്മീയ ശുശ്രൂഷകളിലൊക്കെ പാടുന്ന പാട്ടാണ്. സാലം ഗോസ്ബൽ മിനിസ്ട്രീസിൽ ഈ ഗാനം വളരെ മനോഹരമായി പാടുന്ന ആളാണ് ബ്രദർ റിജോയ്. ഇന്ന് ഈ ശുശ്രൂഷയുടെ അവസാനം ഈ ഗാനം പിന്നെയും കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. JV പീറ്ററിന്റെ വളരെ വേദനയിലൂടെ സഞ്ചരിച്ച നാളുകളിൽ നിരാശപ്പെട്ട സമയത്ത് ബൈബിളിലെ ഏലിയാവിന്റെ കഥ തന്റെ മനസ്സിലേക്ക് വന്നു. ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് ഉറങ്ങുകയും ദൈവം ദൂതനെ വിട്ട് എഴുന്നേൽപ്പിക്കുകയും അപ്പം നൽകി അവനെ പിന്നെയും അട നൽകി ദൂരേക്ക് അയക്കുകയും ചെയ്യുന്ന കർത്താവിനെ പറ്റി തനിക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. മരുഭൂപ്രയാണത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വിശന്നു വലഞ്ഞപ്പോൾ ദൈവം അവർക്ക് ഭക്ഷണം നൽകിയ കാര്യത്തെ JV പീറ്ററിന്റെ മനസ്സിലേക്ക് വന്നു. മരുഭൂമിയിൽ ദാഹിച്ചു വലയുന്ന ഹാഗാറിന്റെ ചിത്രം ഇതൊക്കെ തന്റെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു വരികയാണ്. അപ്പോൾ ചതഞ്ഞ ഓട ഒടിക്കാത്ത പൊയ്യെന്ന് തിരികെ കെടുത്താത്ത വിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന വിടുതലിന്റെ ദൈവത്തെ തന്റെ തൂലികത്തുമ്പിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ഒരു പ്രാവശ്യം കൂടി നമുക്ക് പ്രിയ റോയ് ഫിലിപ്പിന്റെയും സിസ്റ്റർ അനിതയുടെയും ശബ്ദത്തിൽ നമുക്ക് ശ്രവിക്കാം. എല്ലാ ആദരവോടും കൂടെ ക്ഷണിക്കുന്നു. നീ എൻ സ്വന്തം നീ എൻ പക്ഷം നീറും വേളകളിൽ.
ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെന്നാവു വരളുമ്പോൾ പാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവരെന്നാൽ പതാകം തീർത്തിടും. പക്ഷം തീരും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചതഞ്ഞ ഓടയൊഴിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേശു. തീരും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ചൂരച്ചെടിയും കീഴിലും നിൻ സാന്നിധ്യമരുളും നാഥനേ, നീ എൻ സ്വന്തം, നീ എൻ പക്ഷം തീരും വേളകളിൽ ആഴിൻ ആഴങ്ങളിൽ ആനന്ദം നീ എനിക്ക്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഉദ്ദേശം 1.5 മണിക്കൂർ കർത്താവിനെ സ്തുതിക്കുന്ന, നമ്മുടെ ജീവനാഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്ന പാട്ടുകളിലൂടെ ലോകത്തിന്റെ അങ്ങേ എല്ലാ മൂലയിലും ഉള്ള സഹോദരി സഹോദരന്മാര് അത് പാടി സ്തുതിക്കുവാൻ കുഞ്ഞുങ്ങൾക്കും എല്ലാം അത് സാധിച്ചു. കാഴ്ചക്കാരായും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാംസ് സങ്കീർത്തനം 9:1-2. ഐ വിൽ പ്രൈസ് യു ഓ ലോർഡ് വിത്ത് മൈ ഓൾ ഹാർട്ട്. ഐ വിൽ ടെൽ ഓഫ് ഓൾ യുവർ മാർവലസ് വർക്ക്. I will be glad and rejoice in you. I will say and praise to you your name most high. എല്ലാ ദിവസവും നമുക്ക് പറയാനുള്ളത് നമ്മുടെ ജീവനാഥനായ കർത്താവിനെ കുറിച്ചാണ്. നമ്മുടെ ആ ഹൃദയത്തിന്റെ എല്ലാവിധ ആ നന്ദിയുള്ള ആ വാക്കുകളിൽ കൂടെ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെയും പരിപാലകനെയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇത്രത്തോളം അത് സാങ്കേതികമായ പ്രയാസമൊന്നുമില്ലാതെ ഈ സൂം മാധ്യമം ഇങ്ങനെ നിന്നു. അതിനെ കർത്താവ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ഉദ്ദേശം 7 വർഷക്കാലം 7 വർഷത്തെ കാലം ഇങ്ങനെയുള്ള ഈ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അടിയങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുഖ്യമായ ചുമതല വഹിക്കുന്ന പ്രിയ റിജോയ് ബ്രദറെ ഓർക്കുന്നു. തനിക്കും ശരീരമായ ക്ഷീണമുണ്ടെങ്കിലും തന്റെ സമയത്തിന്റെ നല്ല ദൈവനാമഹത്വത്തിന് വേണ്ടി തന്റെ എല്ലാ സമയങ്ങളും ചെലവഴിക്കുന്നു. മാസിക പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ
താൻ കണ്ണൂരിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന ശുശ്രൂഷയുണ്ട്, കണ്ണൂർ ശാലേം ഗോസ്ബൽ മിനിസ്ട്രി, അതെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തന്നെയും തൻ്റെ ശരീരമായ ക്ഷീണങ്ങളുണ്ടെങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയുടെ വാക്കുകൾ പറയുവാൻ ഉണ്ട്. അത് ആദ്യമായി പ്രാരംഭമായി നമ്മുടെ പ്രാർത്ഥനയെ സഹായിച്ച പുനപ്പറയിലെ ദൈവദാസൻ CD സെബാസ്റ്റിനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. തന്നെ കൂടുതൽ ദൈവനാമത്തിന് വേണ്ടി വിനിയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അവസാനത്തെ പ്രാർത്ഥിക്കുന്നത് പ്രിയ സഹോദരൻ വിൽസൺ ജോർജ് ആണ്. രത്നഗിരി, മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്ന് സഹോദരൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ നന്ദിയുടെ വാക്കുകൾ പറയുന്നു. ഇത് തരത്തിൽ ആറടിച്ച സഹോദരി സഹോദരന്മാരെ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതിന് മുമ്പായിട്ട് ഇത് ലീഡ് ചെയ്യുവാൻ ആദ്യമായിട്ടാണ് പ്രിയ സഹോദരൻ റോയ്സ് സക്കറിയ കുമളി നമ്മുടെ മീറ്റിങ്ങിൽ വന്നത് ഇത് ചെയ്തത്. എന്നാലും വളരെ ഭംഗിയായിട്ട് ആ നരേഷൻ പറഞ്ഞ് അതിൻ്റെ സാന്ദർഭികമായി വളരെ നന്നായി പറഞ്ഞു. ദൈവനാമത്തിലുള്ള നന്ദി പ്രിയ റോയ് സഹോദരനോട് പറയുന്നു. കൂടുതൽ ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ കുമളി ചെയ്യുന്ന ശുശ്രൂഷയെല്ലാം കൂടുതൽ അനുഗ്രഹപ്പെടുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി പാട്ട് പാടിയ പ്രിയ ഫിലിപ്പ് ആൻഡ്രൂസ് സഹോദരന് താനും ഡാലസിന്റെ പ്രദേശത്ത് താനും ജോലിയല്ല, താൻ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത് തന്നെയും ദൈവം സഹായിക്കട്ടെ, തൻ്റെ കുടുംബത്തിനെ സഹായിക്കട്ടെ എന്ന് ഓർക്കുന്നു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. അതുപോലെ പ്രിയ സജി മാത്യു സഹോദരന് മെൽബേൺ പ്രദേശത്ത് തന്നെയും ദൈവം കാക്കുന്നു. അവിടെ അനേകമായ ആത്മീയ ശുശ്രൂഷ താൻ പങ്കെടുക്കുന്നുണ്ട്. അത് ഓസ്ട്രേലിയയിലാണെങ്കിലും താൻ അതിനുവേണ്ടി തൻ്റെ സമയം എല്ലാം ചെലവഴിക്കുന്നു. ദൈവനാമത്തിലുള്ള നന്ദി തന്നെ രേഖപ്പെടുത്തുന്നു. അതുപോലെ മിഷാൽ പ്രകാശിനെ പ്രിയ മോളെ ഓർക്കുന്നു. തനിക്കും പാടുവാനുള്ള താലന്ത് ദിവ്യകൃപ കൊടുത്തു. അതിനെ സ്തുതിക്കുന്നു. കൂടുതൽ ദൈവനാമത്തിന് വേണ്ടി തന്നെ ദൈവം വിനിയോഗിക്കട്ടെ, തൻ്റെ പഠനത്തിലും കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രിയ മജു സിസ്റ്റർ, തനിക്കും വളരെ തിരക്കുള്ള ജീവിതമാണ്, വളരെ സ്കൂളിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനിടയിലെല്ലാം ഇവിടെ കടന്നു വന്ന് ദൈവനാമത്തിന് വേണ്ടി ഒരു പാട്ട് പാടുവാൻ ദൈവം ഇടവരുത്തല്ലോ. ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. അതുപോലെ പ്രിയ പ്രമോദ് സഹോദരൻ ദോഹയിൽ നിന്ന്, പ്രിയ സഹോദരനും പ്രൊഫഷണലായിട്ട് താനൊരു മ്യൂസിഷ്യനാണ്. എന്നാലും തൻ്റെ സമയമെല്ലാം ദൈവനാമത്തിന് വേണ്ടി കൂടുതൽ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവനാമത്തിന് നന്ദി പറയുന്നു. അതുപോലെ ജോയല മോളും ബഹ്റിൽ നിന്ന് അത് വന്ന് പാട്ട് പാടുവാൻ ഇടവന്നു. താനും ബഹ്റിൽ നിന്ന് ഇപ്പം നാട്ടിലുണ്ട്. തനിക്കും കൊടുത്തിരിക്കുന്ന ആ ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. തൻ്റെ പഠനത്തിലെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ റൂബൽ ജോബി, താനും ചെന്നൈയിൽ ആയിരിക്കുന്നല്ലോ. താനും തനിക്ക് കൊടുത്ത ആ വലിയ ദൈവകൃപ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടവരുത്തുന്നല്ലോ. കർത്താവിന് ദൈവനാമത്തിലുള്ള നന്ദി പ്രിയ സഹോദരിയോട് പറയുന്നു. അതുപോലെ ജോസ്ന ബിജോയ് അയർലൻഡിൽ നിന്ന് പ്രിയ സഹോദരിയും ആ ഇംഗ്ലീഷിലുള്ള പാട്ട് പാടുവാൻ സഹായിച്ചു. ക്രോസ്ബിയുടെ ആ പാട്ട് വളരെ ഒന്നും കൂടെ നമുക്കത് ഓർക്കുവാൻ, അത് 1.5 നൂറ്റാണ്ട് മുമ്പ് അത് എഴുതിയാണെങ്കിലും ഇന്നും അത് നമുക്ക് ആത്മീയമായി അത് പാടുവാനും ദൈവനാമ മഹത്വത്തിന് എത്തിക്കുവാൻ സഹായിച്ചു. പ്രിയ സഹോദരിക്ക് ജോസ്നയ്ക്ക് ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രിയ ജോനാമോള് ബിജോയ് ബഹ്റിൽ നിന്ന്, അവർ ഇപ്പം നാട്ടിലുണ്ട്. തനിക്കും ഒരു തമിഴിലുള്ള പാട്ട് പാടുവാൻ ദൈവം ഇടവന്നു. തനിക്കും ദൈവകൃപയാൽ വീണ്ടും നമുക്ക് കേരളത്തിൽ തന്നെ നിന്ന്, കേരളത്തിലല്ല മദ്രാസിലെ വെല്ലുവിളിൽ നിന്ന് തൻ്റെ പഠനത്തോട് ബന്ധപ്പെട്ട് ദൈവം ഒരു അവസരം കൊടുത്തു. ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. തനിക്ക് പാടുവാൻ ദൈവം കൊടുത്ത കഴിവിനായി ദൈവത്തിനെ സ്തുതിക്കുന്നു. അവസാനത്തെ പാട്ടുകൾ പാടിയ പ്രിയ സൗര്യ സൗരനായ ദൈവ റോയ് ഫിലിപ്പിനെയും പ്രിയ അനിതയും ദൈവനാമത്തിലുള്ള നന്ദി പറയുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ആ കൃപാവരം ജ്വലിപ്പിക്കുവാൻ ഇന്നും നമുക്ക് അത് കേൾക്കുവാനെല്ലാം ഇടവന്നു. അങ്ങനെ എല്ലാവരെയും ദൈവനാമത്തിൽ സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെല്ലാം ദൈവനാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ ഈ ശുശ്രൂഷ ഇന്ന് ആൾക്കാർ ഇച്ചിരി കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും സാങ്കേതിക പ്രശ്നമൊന്നുമില്ലാതെ ഇത്രത്തോളം സഹായിച്ചു. പാടിയവരെല്ലാവരും അനുഗ്രഹപൂർണമായി പാടുവാൻ ദൈവം ഇടവന്നു. ഞാൻ ഓർപ്പിച്ച പോലെ ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ സൂം മാധ്യമങ്ങൾ കൂടി
ഞാൻ പറഞ്ഞ പോലെ ഉദ്ദേശം 6-7 വർഷമായിട്ട് തുടർന്നിരിക്കുന്ന ബൈബിൾ സ്റ്റഡി ഉണ്ട്. അത് നാട്ടിലെ സമയം എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഇപ്പോൾ ഇടയലേഖനമാണ് അത് എടുക്കുന്നത്. ദേവദാസൻ KM ജോൺ ആണ് തലപ്പറമ്പിൽ സഹോദരൻ എടുക്കുന്നത്, അച്ചാൻ എടുക്കുന്നത്. അത് എല്ലാവർക്കും പങ്കെടുക്കണം. അത് നല്ല അനുഗ്രഹമാണ്. അത് നിങ്ങളത് ഉപേക്ഷ വിചാരിക്കാതെ അതിന് അറ്റൻഡ് ചെയ്യുന്നു. ഈ സെയിം സൂം നമ്പർ തന്നെയാണ് നാട്ടിലെ സമയം 6:30. അതുപോലെ തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം എല്ലാ വ്യാഴാഴ്ചയും 5:30 വൈകുന്നേരം 5:30 സിസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അതും വളരെ ദൈവകൃപയാൽ വളരെ അനുഗ്രഹപൂർണ്ണമായി നടന്നു പോകുന്നു. അതിനും പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ശനിയാഴ്ച അവസാനത്തെ ശനിയാഴ്ചയാണ് ഈ സംഗീത പ്രോഗ്രാമായിട്ട് വരുന്നത്. അല്ലാതെ എല്ലാ ശനിയാഴ്ചയും 6 മണിക്ക് സൂം ഫാമിലി ഗാദറിംഗ് ഉണ്ട്. അതിനും പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇത്തരണത്തിൽ ദൈവനാമകത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുവാൻ അടിയങ്ങളെല്ലാം സഹായിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇപ്പം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പ്രിയ ദേവദാസൻ രക്തഗിരിയിൽ നിന്നുള്ള സഹോദരൻ വിൽസൺ ജോർജിനെ ക്ഷണിക്കുന്നു. താൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, അടിയങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. 147 സങ്കീർത്തനത്തിൽ ഞങ്ങൾ അങ്ങനെ വായിക്കുന്നു. അതേ കർത്താവെ, ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് സഹോദരന്മാർ സഹോദരിമാർ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ അവിടുന്ന് ഈ നിലയിൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. ധാരാളമായ കൃപകളെ അവിടുന്ന് പകർന്നു നൽകി. നല്ല സ്വരമാധുരിയിൽ ഗീതങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവർക്കിടയായത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങൾക്കും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നല്ലൊരു അവസരം അവിടുന്ന് ഒരുക്കി നൽകിയതിനായിട്ട് സ്തോത്രം. അതേ കർത്താവെ, പ്രിയ ഈ മീറ്റിംഗ് നിലയിൽ ലീഡ് ചെയ്യുവാൻ പ്രിയ റോയ് സഹോദരൻ നൽകിയ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൂം മീറ്റിംഗിൽ കൂടി ഈ നിലയിൽ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ തക്കോണം പ്രിയ സഭയെ അവിടുന്ന് ഒരുക്കി. പ്രിയ സംചാനെയും അതുപോലെ പ്രിയ റിജോയെയും ഒക്കെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ധാരാളമായ അനുഗ്രഹങ്ങളെ അവിടുന്ന് തുടർന്നും നൽകുമാറാകണമേ. ഇന്നത്തെ ഈ ശുശ്രൂഷ കേൾവിക്കാർക്ക് ഞങ്ങൾക്കും അതുപോലെ പാടിയ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കുകയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പാട്ടുകൾ എഴുതിയ പ്രിയ ദേവദാസന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വിവിധ നിലകളിൽ വിവിധ സാഹചര്യങ്ങളിൽ അവർ ഈ പാട്ടുകൾ എഴുതി കർത്താവെ ആ പാട്ടുകൾ പാടി ആശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ തുറന്നും ആവശ്യമായ കൃപകളാൽ അവിടുന്ന് നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാവിലെ സമയങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ, വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന സഹോദരിമാരുടെ കൂടിവരവ്, മറ്റ് ഇടദിവസങ്ങളിലുള്ള മീറ്റിങ്ങുകൾ ഒക്കെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങുകളൊക്കെയും സൂമിൽ കൂടി ഈ നിലയിൽ ക്രമീകരിക്കുവാൻ തക്കോണം പ്രിയപ്പെട്ടവർക്ക് അവിടെ നിരയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. KM ജോൺ ചാനൽ സ്തോത്രം. പ്രിയപ്പെട്ടവൻ എല്ലാ ദിവസവും രാവിലെ വചന ധ്യാന ചിന്തകൾ, ബൈബിൾ സ്റ്റഡി ഒക്കെയും എടുക്കുന്നുണ്ട്. അത് കേൾവിക്കാർക്ക് എപ്പോഴും അനുഗ്രഹമാണ്. ദൈവവചനം പഠിക്കുവാൻ തക്കോണം അത് വലിയൊരു മുഖാന്തരമാണ്. പ്രിയ അവിടുത്തെ ദാസനെയും അവിടുന്ന് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുറന്നും സഹായിക്കണമേ. തുറന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമസ്തം ഏൽപ്പിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അവിടുന്ന് നൽകിയ നല്ല കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. തുറന്നും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി ഞങ്ങൾ ഓരോ ദിവസവും ജീവിക്കുവാനും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള താലന്തുകൾ, ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിപ്പാൻ തക്കവണ്ണം ധാരാളമായ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം മുഖാന്തരമായിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. താൻ
സ്വർഗം പടിഞ്ഞ് ഭൂമിയിൽ വന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നിലയിൽ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുവാനും ഈ നിലയിൽ പാടുവാനും ആശ്വസിക്കുവാനും ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെയും ഇടയായിത്തീരുന്നത്. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ തുടർന്നും അവിടുന്ന് സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ലോകം വിവിധങ്ങളായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയും കടന്നുപോവുകയാണ്. ജാതീയരായ മനുഷ്യരൊക്കെയും ഭാവിയെ നിരാശയോടെ നോക്കി കാണുമ്പോൾ പ്രത്യാശയോടെ നോക്കി കാണുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ നടക്കുന്ന സകല അതിക്രമങ്ങളും സകല യുദ്ധങ്ങളും സകലവിധമായ തെറ്റായ അല്ലെങ്കിൽ സകലവിധമായ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് അതൊക്കെയും നോക്കി ഞങ്ങളുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മഹത്വം എല്ലാം തിരുമേനി അങ്ങേക്ക് നൽകുന്നു. അങ്ങയുടെ വരവിനെ നോക്കി പാർത്ത് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണം, സഹായിക്കണം. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ വലിയ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് നൽകട്ടെ. സകലവും ക്രിസ്തേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏറ്റവും താഴ്മേനീയമായി ചോദിക്കുന്നു. ദൈവോ നീ കേൾക്കണമേ ശ്രീ പിതാവേ, ആമേൻ. പിതാവായ ആസ്വാദം പറയാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പരിപാലനവും ഓരോ ദിവസവും എല്ലാ നിലകളിലും നാം ഒക്കെ ആയിരിക്കുന്നിടത്ത് നമ്മോടൊക്കെ എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.